നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്യുകയാണ്. കസ്റ്റഡിയിലെടുത്താണ് ചോദ്യം ചെയ്യുന്നത്. രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് 2 FIR-കൾ ഇടുന്നു. 2 FIR-കളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ ഒടുക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതായത് കടുത്ത നടപടികളിലേക്ക് SIT കടക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഷഫീദ്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ആരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത്. എന്നാൽ SIT അവരുടെ പ്രാഥമിക വിവരശേഖരണവും രേഖാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. പ്രതിപക്ഷമടക്കം വിവാദം ശക്തമാക്കുന്നതിനിടെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിന്റെ പുരോഗതി എന്തെന്ന ചോദ്യം പൊതുമധ്യത്തിൽ പരക്കെ ഉയരുന്നതിനിടെ ഇതാ കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. ഇരു കേസുകളിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഈ പറയുന്നത് പോലെ കോടതി നിരീക്ഷണവും ഈ പറയുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൃത്യമായ പങ്കിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലും സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണം, അതിന് തെളിവടക്കം നിരത്തി വിജിലൻസ് അടക്കം തെളിവുകൾ നൽകിയ സാഹചര്യത്തിൽ ഇപ്പോൾ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ഷഫീദ്, തുടരാം. സുഹേൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കിളിമാനൂരിലെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം SIT സംഘം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരോടക്കം ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ നിന്നും SIT സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ, എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ആ രഹസ്യ സ്വഭാവം SIT വിട്ടിട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവിലേക്ക് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് ഒന്നാം പ്രതിയും ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് റിസീവ് ചെയ്ത് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ള നടപടി. ആ നടപടിയിലേക്ക് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനിരിക്കവെയാണ് SITയുടെ വളരെ പ്രധാനപ്പെട്ട നീക്കം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ കേസിൽ ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ദേവസ്വം വിജിലൻസ് SP-യുമായി SIT SP സംസാരിക്കുന്ന സമയത്തും ദേവസ്വം വിജിലൻസ് കൈമാറിയിട്ടുള്ള വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ രണ്ടാം ഘട്ടം രേഖകളടക്കമുള്ള കാര്യങ്ങൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്നതടക്കമുള്ള വിവരങ്ങൾ സ്വാഭാവികമായും അത് വിജിലൻസ് SP പങ്കുവച്ചിരുന്നു. അതടക്കമുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ SIT സംഘത്തിന് മുൻപിലുണ്ട്. ഏതായാലും 2019 ജൂലൈ 20-ാം തീയതി ശബരിമല സന്നിധാനത്ത് നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യമാണ്. അതിനുശേഷം അവരത് ബാംഗ്ലൂരേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കും അടക്കം കൊണ്ടുപോയി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ വെച്ചാണ് ഈ സ്വർണം നശിപ്പിച്ചത് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയതെന്നൊക്കെയുള്ള വിവരങ്ങൾ SIT സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതടക്കം നിർണായക വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് തന്നെ വിട്ടയക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നൊക്കെയുള്ള ആ ഒരു സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ നീക്കത്തിലേക്ക് SIT കടക്കുന്നില്ല. പകരം നേരിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളത് പത്തനംതിട്ടയിലാണെങ്കിൽ ഈ കേസിന്റെ FIR സമർപ്പിച്ചിട്ടുള്ളത് റാന്നി കോടതിയിലാണ്. അപ്പോൾ റാന്നി കോടതിയിൽ അത് തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതായത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് റാന്നി കോടതിയിലായിരിക്കും ചെയ്യുക. പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് SIT ടീമിന്റെ അന്വേഷണം, അവരുടെ ക്യാമ്പിംഗ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലുമാണ്. സുഹൈൽ, ഷഫീദ്, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കടുത്ത നിയമ നടപടികളിലേക്ക് SIT കടക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞതുപോലെ ദേവസ്വം വിജിലൻസ് അടക്കം കൃത്യമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിരത്തിയിരുന്നു. അത് ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി സംബന്ധിച്ചും കട്ടിലപ്പാളിയിലെ സ്വർണ്ണവുമായൊക്കെ ബന്ധപ്പെട്ട് എവിടെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി, എവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു, എവിടെ നിന്ന് സ്വർണം നശിപ്പിക്കപ്പെട്ടു, അങ്ങനെ ഒരുപാട് തെളിവുകൾ ഈ ഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘം തേടിയിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തി നിർണായക വിവരങ്ങൾ SIT കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായുള്ള ബന്ധം കൃത്യമായി തെളിവുകളോടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് അതിശക്തമായ തെളിവുകളുടെ ആധാരത്തിൽ കടക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കമായി നമുക്ക് ഈ ചോദ്യം ചെയ്യലിനെ കണക്കാക്കാനാകും ഈ ഘട്ടത്തിൽ.
സുഹൈൽ, ഉറപ്പായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കേസ്, അതായത് ഹൈക്കോടതി SIT സംഘത്തെ രൂപീകരിച്ചത് 6-ാം തീയതിയാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് FIR അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതിനുശേഷം SIT സംഘം പ്രധാനമായും ചെയ്തത് ഈ വിജിലൻസ് റിപ്പോർട്ട്, അതായത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം പരിശോധന നടത്തുകയും രേഖകളടക്കം പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനു പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ചില തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ അത് വേണമായിരുന്നു. ആ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഈ കേസന്വേഷണത്തെ സംബന്ധിച്ച് വളരെ വൈറ്റലാണ്, വളരെ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ 1-ാം പ്രതിയാണ്. മാത്രവുമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിനോട് ഒത്തുചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്വർണ്ണപ്പാളി മോഷണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കവർച്ച എന്നൊക്കെയുള്ള കണ്ടെത്തൽ SIT സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഹൈക്കോടതി തന്നെ കർശനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് പുറത്ത് വിടരുതെന്നാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവത്തിലാണ് ഇതുവരെയുള്ള SITയുടെ മുഴുവൻ നീക്കങ്ങളും അവരുടെ മുഴുവൻ മൂവുകളും നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ആ മൂവ് അങ്ങനെ നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതീവ രഹസ്യമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സുഹൈൽ, ഈ ദ്വാരപാലകത്തിലെ സ്വർണ്ണപ്പാളി എടുത്ത് അത് ആദ്യം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് ഹൈദരാബാദിൽ എത്തിക്കുന്നു, പിന്നീട് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സ്വർണ്ണപ്പാളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പോയിട്ടുണ്ട്. എവിടെ വെച്ച് സ്വർണ്ണപ്പാളി മാറ്റി അതിലെ സ്വർണ്ണം ഉരുക്കിയെടുത്തു നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നുണ്ട് SIT സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചൊരു അന്വേഷണമായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്ക് SIT എത്തിയതിന് പിന്നാലെ നിർണായകമായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതായി നമുക്ക് വിവരമുണ്ടോ ഷഫീദ? സുഹേൽ, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയായിരുന്നു. അതായത് സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും നടത്തിയ ഗൂഢാലോചന എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ രണ്ട് ദിവസമാണ് SIT സംഘം രേഖകൾ പരിശോധിച്ചത്. ഒരു തവണ ആ പരിശോധന ഏതാണ്ട് 12 മണിക്കൂറിലധികം നീളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പരിശോധന നടത്തിയപ്പോൾ 2019 ഓഗസ്റ്റ് മാസം 29-ാം തീയതി, അതായത് നാഗേഷ് എന്ന് പറയപ്പെടുന്നയാൾ ഹൈദരാബാദ് സ്വദേശി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചിട്ടുള്ള ആ പാളി അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ലെന്നും അതൊരു പുതിയ പാളിയാണെന്ന് അടക്കമുള്ള കണ്ടെത്തൽ അത് SITയെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഈ മന്ത്ര എന്ന് പറയപ്പെടുന്ന സ്ഥാപനം ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ഹൈദരാബാദിലാണ് ഏറിയ ദിവസവും ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഈ 2 കണ്ടെത്തലുകൾ, അതായത് ഒന്ന് സ്മാർട്ട് ക്രിയേഷൻസിലെ രേഖ, രണ്ടാമത്തേത് ഈ മന്ത്രയുമായിട്ടുള്ള കണക്ഷൻ, ഈ 2 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണവും പരിശോധനയും SIT കഴിഞ്ഞ 3 ദിവസവും നടത്തിയത്. എന്നാൽ ഇന്ന് വളരെ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിലേക്ക് കടക്കാനുള്ള കാരണം ഇത് തെളിയിക്കുന്ന, അതായത് SITയുടെ ഈ കണ്ടെത്തൽ സാധൂകരിക്കുന്ന ചില തെളിവുകൾ അത് SITക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന മറ്റു ചില മൊഴികളടക്കമുള്ള കാര്യങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതയാണ്. ഇന്നലെ ഈ 1999 ഈ സ്വർണം പൂശിയിട്ടുള്ള JNR ജുവലറിയിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തിലെ വ്യത്യാസമെന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളി പൂർണ്ണമായും കവർന്നു, പൂർണ്ണമായും മോഷ്ടിച്ചു എന്നുള്ള കണ്ടെത്തലിലും വിലയിരുത്തലും തന്നെയാണ് SIT സംഘമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് SIT സംഘം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും എങ്ങോട്ടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സ്ഥിരീകരിച്ച ഒരു വിവരമില്ല. പകരം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം SIT സംഘം ക്യാമ്പ് ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. മാത്രമല്ല, ഈ കേസിന്റെ കോടതി നടപടികൾ നടക്കുന്നത് റാന്നി കോടതിയിലുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതിനെ അറസ്റ്റിലേക്ക് കലാശിക്കുമോ അല്ലെങ്കിൽ അറസ്റ്റിൽ കലാശിക്കും, വൈൻഡ് അപ്പ് അറസ്റ്റിലാണ് എന്ന തരത്തിലുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.